ചെയ്യണമെന്നോ നീയനാഥന്റെ ബലിയർപ്പണത്തിൻ്റെ സമയമായി. ബലിയർപ്പണത്തിൻ്റെ സമയമായി. അൾത്താര തന്നിൽ തിരി തെളിഞ്ഞു. അകതാരിലെൻ്റെ ഇരുളകന്നു. ഓർമ്മയ്ക്കായി ചെയ്യണമെന്നോ നീയനാഥന്റെ ബലിയർപ്പണത്തിൻ്റെ സമയമായി. ബലിയർപ്പണത്തിൻ്റെ സമയമായി. ഒന്നായണി ചേരാം ഒരുമയോടർപ്പിക്കാം അനുരഞ്ജിതരായി നാഥനു ബലിയിടാം. ഒന്നായണി ചേരാം ഒരുമയോടർപ്പിക്കാം അനുരഞ്ജിതരായി നാഥനു ബലിയിടാം. അൾത്താര തന്നിൽ തിരി തെളിഞ്ഞു. അകതാരിലെൻ്റെ ഇരുളകന്നു. ഓർമ്മയ്ക്കായി ചെയ്യണമെന്നോ നീയനാഥന്റെ ബലിയർപ്പണത്തിൻ്റെ സമയമായി. ബലിയർപ്പണത്തിൻ്റെ സമയമായി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും അത് അംഗീകരിക്കാതെ തൻ്റെ തെറ്റിനെ ന്യായീകരിക്കുകയും നീതി ചൂണ്ടിക്കാണിച്ചവനെ വധിക്കുകയും ചെയ്യുന്ന ഹെറോദേസിനെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും ഭൗതികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, നമ്മുടേത് മാത്രമായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി യഥാർത്ഥ സത്യത്തെ മറച്ചു വയ്ക്കാൻ പരിശ്രമിക്കാറുണ്ട്. സത്യത്തെ തിരിച്ചറിഞ്ഞിട്ടും അത് അംഗീകരിക്കാതെ അനീതിയുടെ വഴിയിലൂടെ നാം നടക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു പിൻവിളിയാണ് ഹെറോദേസിൻ്റെ ജീവിതം. ഒരുപാട് സുഖ സന്തോഷങ്ങളുണ്ടായിട്ടും അനീതിയായതിനെ അവൻ പുലുകിയതുകൊണ്ട് അവൻ്റെ ജീവിതം നാശത്തിലേക്ക് നിബദിക്കുന്നുണ്ട്. എന്നാൽ സത്യത്തെ ചൂണ്ടിക്കാണിച്ച സ്നാപക യോഹന്നാനെ മനുഷ്യരിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവനെന്ന് ക്രിസ്തുനാഥൻ പ്രകീർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥ സത്യം തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നിലനിൽക്കുമ്പോൾ നമ്മുടെയും ജീവിതത്തെ ഇപ്രകാരം ക്രിസ്തുനാഥൻ പുകഴ്ത്തുകയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യും. ഇന്ന് തിരുസഭ വിശുദ്ധ അൽഫോൻസ് മരിയ ലിഗോരിയുടെ തിരുനാൾ ആഘോഷം കൊണ്ടാടുന്നു. യഥാർത്ഥ സത്യത്തെ തിരിച്ചറിയുകയും പ്രഘോഷിക്കുകയും ചെയ്ത ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരരെ, ദിവരഹസ്യങ്ങൾ യോഗ്യതയോടെ കൊണ്ടാടുവാൻ വന്നുപോയ എല്ലാ വീഴ്ചകളും അനുതാപത്തോടെ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഇത് പറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ,
കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ബലിയിൽ പ്രത്യേകമായി ചക്കാലക്കൽ ആന്റണി, പീച്ചനാട്ട് ഫാബിയൻ, ഒളിപ്പറമ്പിൽ ആലീസ് ഡി സിൽവ എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പുണ്യത്തിൻ്റെ നവമാതൃകകൾ അങ്ങേ സഭയിൽ അങ്ങ് എപ്പോഴും പുനരുദ്ധരിക്കുന്നുവല്ലോ. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള തീക്ഷ്ണതയിൽ മെത്രാനായ വിശുദ്ധ അൽഫോൺസ് മരിയ ലിഗോരിയുടെ കാലടികൾ പിന്തുടർന്നുകൊണ്ട് സ്വർഗത്തിൽ അദ്ദേഹം നേടിയ പ്രതിഫലം ഞങ്ങളും പ്രാപിക്കുവാൻ അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ കേട്ടരുളയണമേ. ആമേൻ. ജെറമിയാസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് പുരോഹിതന്മാരും പ്രവാചകന്മാരും പ്രഭുക്കന്മാരോടും ജനത്തോടുമായി പറഞ്ഞു, ഇവൻ മരണത്തിന് അർഹനാണ്. എന്തെന്നാൽ ഇവൻ ഈ നഗരത്തിനെതിരായി പ്രവചിച്ചിരിക്കുന്നു. നിങ്ങൾ തന്നെ കേട്ടതാണല്ലോ. അപ്പോൾ പ്രഭുക്കന്മാരോടും ജനത്തോടുമായി ജെറമിയ പറഞ്ഞു, നിങ്ങൾ കേട്ട വാക്കുകൾ ഈ നഗരത്തിനും ഈ ആലയത്തിനുമെതിരായി പ്രവചിക്കാൻ കർത്താവാണ് എന്നെ നിയോഗിച്ചത്. നിങ്ങളുടെ മാർഗങ്ങളും ചെയ്തികളും നന്നാക്കുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കുവിൻ. നിങ്ങൾക്കെതിരായി പ്രഖ്യാപിച്ച അനർത്ഥങ്ങളെക്കുറിച്ച് അപ്പോൾ അവിടുന്ന് അനുതപിക്കും. ഞാനിതാ നിങ്ങളുടെ കൈകളിലാണ്. നീതിയും യുക്തവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്തുകൊള്ളുക. എന്നാൽ കൊള്ളുവിൻ, നിങ്ങൾ എന്നെ കൊന്നാൽ നിങ്ങളുടെയും ഈ നഗരത്തിൻ്റെയും നഗരവാസികളുടെയും മേൽ നിഷ്കളങ്ക രക്തമായിരിക്കും പതിക്കുക. എന്തെന്നാൽ ഈ വാക്കുകൾ നിങ്ങളോട് പറയാൻ സത്യമായും കർത്താവാണ് എന്നെ അയച്ചിരിക്കുന്നത്. അപ്പോൾ പ്രഭുക്കന്മാരും ജനവും പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും പറഞ്ഞു, ഇവൻ മരണശിക്ഷയ്ക്ക് അർഹനല്ല. എന്തെന്നാൽ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് ഇവൻ സംസാരിച്ചത്. ജനം ജെറമിയായെ വധിക്കാതെ ഷാഫാൻ്റെ പുത്രൻ അഹിക്കാം അവനെ രക്ഷിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ദൈവമേ, ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. അങ്ങയുടെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസ്തനാണല്ലോ. ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കണമേ. ശത്രുക്കളിൽ നിന്നും സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകാതിരിക്കട്ടെ. ആഴങ്ങൾ എന്നെ വിഴുങ്ങാതിരിക്കട്ടെ. പാതാളം എന്നെ മൂടിക്കളയാതിരിക്കട്ടെ. ദൈവമേ, ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ പീഡിതനും വേദന തിന്നുന്നവനുമാണ്. ദൈവമേ, അങ്ങയുടെ രക്ഷ എന്നെ സമുദ്ധരിക്കട്ടെ. ഞാൻ ദൈവത്തിൻ്റെ നാമത്തെ പാടി സ്തുതിക്കും. കൃതജ്ഞതാസ്തോത്രത്തോടെ ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തും. ദൈവമേ, ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. പീഡിതർ അത് കണ്ട് ആഹ്ലാദിക്കട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതമാകട്ടെ. കർത്താവ് ദരിദ്രരുടെ പ്രാർത്ഥന കേൾക്കുന്നു. ബന്ധിതരായ സ്വന്തം ജനത്തെ അവിടുന്ന് നിന്ദിക്കുകയില്ല. ദൈവമേ, ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്വർഗരാജ്യം അവരുടേതാണ്. ഹല്ലേലൂയ,
അങ്ങയോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. 14 അധ്യായം 1 മുതൽ 12 വരെ തിരുവചനങ്ങൾ. അക്കാലത്ത് സാമന്തരാജാവായ ഹെറോദേസ് യേശുവിൻ്റെ കീർത്തിയെപ്പറ്റി കേട്ടിട്ട് തൻ്റെ സേവകന്മാരോട് പറഞ്ഞു, ഇവൻ സ്നാപക യോഹന്നാനാണ്. മരിച്ചവരിൽ നിന്ന് അവൻ ഉയിർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ശക്തി ഇവനിൽ പ്രവർത്തിക്കുന്നത്. ഹെറോദേസ് യോഹന്നാനെ ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടച്ചിരുന്നു. സ്വന്തം സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് ഇവൻ അത് ചെയ്തത്. എന്തെന്നാൽ യോഹന്നാൻ അവനോട് പറഞ്ഞിരുന്നു, അവളെ നീ സ്വന്തമാക്കുന്നത് നിയമാനുസൃതമല്ല. ഹെറോദേസിന് അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ ജനങ്ങളെ ഭയപ്പെട്ടു. എന്തെന്നാൽ അവർ യോഹന്നാനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു. ഹെറോദേസിൻ്റെ ജന്മദിനത്തിൽ ഹെറോദിയായുടെ പുത്രി രാജസദസ്സിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു. തന്മൂലം അവൾ ചോദിക്കുന്നതെന്തും നൽകാമെന്ന് രാജാവ് അവളോട് ആണയിട്ട് വാഗ്ദാനം ചെയ്തു. അവൾ അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് പറഞ്ഞു, സ്നാപക യോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ വച്ച് എനിക്ക് തരിക. രാജാവ് ദുഃഖിതനായി, എങ്കിലും തൻ്റെ ശബദത്തെയും അതിഥികളെയും പരിഗണിച്ച് അത് അവൾക്ക് നൽകാൻ അവൻ ആജ്ഞാപിച്ചു. അവൻ കാരാഗൃഹത്തിൽ ആളയച്ച് യോഹന്നാൻ്റെ തല വെട്ടിയെടുത്തു. അതൊരു തളികയിൽ വെച്ച് പെൺകുട്ടിക്ക് നൽകി. അവളത് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവൻ്റെ ശിഷ്യർ ചെന്ന് മൃതശരീരമെടുത്ത് സംസ്കരിച്ചു. അനന്തരം അവർ യേശുവിനെ വിവരമറിയിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സ്വീകരിച്ചാലും നാദാ സ്വീകരിച്ചാലും ഈ എളിയവർ തൻ കാഴ്ചകൾ നീ ബലിയടച്ചാലും സ്വന്തമായി ഒന്നുമില്ല കൈമുതൽ നിന്ദാനമാണീ ജീവിതം എന്നേറ്റു ചൊല്ലുന്നു. സ്വീകരിച്ചാലും നാദാ സ്വീകരിച്ചാലും ഈ എളിയവർ തൻ കാഴ്ചകൾ നീ ബലിയടച്ചാലും. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തിരുനാമത്തിന്റെ ഈശ്വരിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഇത് രഹസ്യങ്ങൾ ആഘോഷിക്കാനും അവയിലൂടെ അങ്ങേക്ക് വിശുദ്ധ ബലിയായി തന്നെ അർപ്പിക്കാനും വിശുദ്ധ അൽഫോൺസ് ലിഗോരിക്ക് അങ്ങ് അനുഗ്രഹം നൽകിയല്ലോ. അങ്ങേ ആത്മാവിൻ്റെ സ്വർഗീയ അഗ്നിയാൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ കാരുണ്യപൂർവ്വം ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ തിരുനാളിൽ ആനന്ദിക്കുവാൻ അങ്ങേ സഭയ്ക്ക് അങ്ങ് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ ആ പുണ്യജീവിത മാതൃകയാൽ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തുകയും വചന പ്രഘോഷണത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയും അങ്ങയെ പ്രസാദിപ്പിക്കുന്ന യാചനയാൽ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോട് ചേർന്ന് അങ്ങേക്ക് സ്തുതിഗീതമാലപിച്ച് അവിരാമം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങ
ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചു മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങയുടെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തയോടും വൈദികരോടും ദൈവജനത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ഭാഗ്യപ്പെട്ട യൗസേ പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മറ്റെല്ലാ വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ ഈശോനാഥൻ നമ്മെ പഠിപ്പിച്ചതനുസരിച്ച് പ്രത്യാശയോടെ നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നേരം വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ,
എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് ഞങ്ങൾക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥനകൾ കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ എത്രയോ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. മണിത്തന്നലായി വാമഹേശ്വര ജീവൻ കനിഞ്ഞരുളൂ. നിത്യജീവൻ കനിഞ്ഞരുളൂ. വാർമണിത്തന്നലായി വാമഹേശ്വര ജീവൻ കനിഞ്ഞരുളൂ. നിത്യജീവൻ കനിഞ്ഞരുളൂ. താപത്തിൻ താപമാർന്നെരിയുന്ന മാനസം പാടി തളർന്നിടുമ്പോൾ, പൂർണ്ണമായി വാടി തളർന്നിടുമ്പോൾ, കനിവിൻ്റെ ശീതളം കരളിൽ ചൊരിഞ്ഞു നീ ജീവൻ പകർന്നിടണേ. താവക ജീവൻ പകർന്നിടണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധ അൽഫോൺസ് ലിഗോറിയെ ഈ മഹത്തായ രഹസ്യത്തിൻ്റെ വിശ്വസ്തനായ പരികർമ്മിയും പ്രഘോഷകനുമായി അങ്ങ് നിയോഗിച്ചുവല്ലോ. അങ്ങേ വിശ്വാസികൾ കൂടെ കൂടെ അത് സ്വീകരിക്കുവാനും സ്വീകരിച്ചുകൊണ്ട് അങ്ങേ അനവരതം വാഴ്ത്തി സ്തുതിക്കുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.
സഹായനാഥേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമലോത്ഭവ ജപമാല ഏറ്റവും അനുഗ്രഹീതയായ കന്യകാമറിയത്തിന്റെ വിശുദ്ധവും നിർമ്മലവുമായ ഉത്ഭവം വാഴ്ത്തപ്പെടട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കുവാമേ. ഉത്ഭവത്തിൽ തന്നെ ഓ കന്യകേ, നീ നിർമ്മലയായിരുന്നു. നീ പ്രസവിച്ച ദിവ്യപുത്രന്റെ പരമപിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം വഴി നിന്റെ പുത്രന് യോഗ്യമായ വാസസ്ഥലം ഒരുക്കുകയും ദിവ്യകുമാരൻ്റെ മരണത്തെ മുൻനിർത്തി കന്യകാമറിയത്തെ സകല പാപക്കറകളിൽ നിന്നും നീ കാത്തുരക്ഷിക്കുകയും ചെയ്തുവല്ലോ. പരിശുദ്ധയായ കന്യകയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് നിന്റെ സന്നിധിയിൽ വന്നു ചേരുവാൻ അനുഗ്രഹം ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നാൾ ജപങ്ങൾ. ഓ നിത്യസഹായ മാതാവേ, മാതാവേ, നിർഭാഗ്യ പാപിയായ ഞാനിതാ നിന്റെ പാദങ്ങളിൽ അണയുന്നു. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. നിന്നിൽ ശരണപ്പെടുന്നു. ഓ കാരുണ്യത്തിന്റെ അമ്മേ, എന്നിൽ നീ കനിയണമേ. പാപികളുടെ ആശ്രയവും ശരണവുമെന്ന് സകലരും നിന്നെ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നു. ആകയാൽ നീ എന്റെ ആശ്രയവും ശരണവുമായിരിക്കണമേ. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് നീ എന്നെ സഹായിക്കണമേ. നിർഭാഗ്യനായ ഈ പാപിയുടെ നേരെ നിന്റെ തൃക്കരം നീട്ടണമേ. ഇതാ ഞാൻ എന്നെ നിനക്കായി സമർപ്പിക്കുകയും നിന്റെ നിത്യദാസനായി എന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. നിന്നിൽ ആശ്രയിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് നൽകുവാൻ കനിവുണ്ടായ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. നിന്നിലുള്ള എന്റെ ആശ്രയം എന്റെ നിത്യരക്ഷയുടെ അച്ചാരമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. നിന്നിൽ ആശ്രയിക്കാഞ്ഞതിനാൽ എന്റെ കഴിഞ്ഞ ജീവിതത്തിൽ കഷ്ടമേ പല പ്രാവശ്യം ഞാൻ പാപത്തിൽ വീണുപോയി. നിന്റെ സഹായത്താൽ ഞാൻ വിജയിക്കുമെന്നും നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ എന്നെ സഹായിക്കുമെന്നും ഞാൻ അറിയുന്നു. എന്നാൽ പാപത്തിൽ വീഴുവാനുള്ള പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ നിന്റെ സഹായം തേടുന്നതിൽ ഒരു പക്ഷേ ഞാൻ ഉപേക്ഷ വരുത്തിയേക്കുമെന്നും അങ്ങനെ എന്റെ ആത്മാവിനെ ഞാൻ നഷ്ടപ്പെടുത്തിയേക്കുമെന്നും ഭയപ്പെടുന്നു. അതിനാൽ എന്റെ അമ്മേ, നാരകീയ ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നിലെപ്പോഴും ആശ്രയിച്ചുകൊണ്ട് ഓ മറിയമേ, നിത്യസഹായ മാതാവേ, എന്റെ ദൈവം എനിക്ക് നഷ്ടപ്പെടുവാൻ ഒരിക്കലും നീ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹം തന്നരുളേണമേ. ഈ അനുഗ്രഹത്തിനായി എന്റെ സർവ്വ കഴിവുകളോടും കൂടി നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ
ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഏറ്റുചൊല്ലാം. നിത്യസഹായനാഥേ, നിത്യസഹായനാഥേ, അമ്മേ, അമ്മേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്ലേശിതരെ നീ സഹായിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തണമേ. കരയുന്നവരെ ആശ്വസിപ്പിക്കണമേ. ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വൈദിക ഗണത്തിന്റെ മധ്യസ്ഥയായിരിക്കണമേ. ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നീ മാധ്യസ്ഥം വഹിക്കണമേ. നിന്റെ നിത്യസഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും നിന്റെ മാതൃസഹായം അനുഭവപ്പെടുകയും ചെയ്യട്ടെ. ഓ നാഥേ, നീ ഞങ്ങളുടെ സങ്കേതമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആവശ്യത്തിലും അരിഷ്ടതയിലും ഞങ്ങളുടെ സഹായം. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവ് ഈശോയെ, നിന്റെ മാതാവായ മറിയത്തെ എപ്പോഴും സഹായമരുളുവാൻ സന്നദ്ധതയുള്ള ഒരമ്മയായി ഞങ്ങൾക്ക് നീ നൽകിയല്ലോ. അമ്മയുടെ അത്ഭുത ചിത്രം വണങ്ങുകയും അവളുടെ മാതൃസഹായം ഉത്സാഹപൂർവ്വം തേടുകയും ചെയ്യുന്ന ഞങ്ങൾ നിന്റെ പരിത്രാണത്തിൻ്റെ ഫലം എന്നും അനുഭവിക്കുവാനിടയാക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പരിശുദ്ധ പിതാവിനു വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മേനെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. മറിയമേ, നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ. മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. ഭാഗ്യവിഹീനരെ നിത്യവും കാത്തിടാം കെൽപ്പേഴും താങ്ങായി നിന്നെ. നിൻ പുത്രനേൽപ്പിച്ചു ഭാരമതേറി ഞങ്ങളെ കാത്തിടണേ. നിത്യസഹായം നീ എന്നുള്ള ബോധമീ ഞങ്ങളിലാഴമായി വളരുവാൻ നല്ലൊരു വരമിന്നു നൽകണി. നിൻ മക്കൾ കേഴുന്നീതാ.
ഞങ്ങൾക്കു കൃപ നൽകിടേണം. ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുവാമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുവാമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുവാമേ. രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ നിലവിളി അങ്ങേ പക്കൽ എത്തുകയും ചെയ്യട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഓ ദൈവമേ, രോഗബാധിതരായ നിന്റെ ദാസരുടെ ജീവിത രീതി സഹനം വഴി ശരിപ്പെട്ട് അവർ നിന്റെ കരുണയാൽ സുഖം പ്രാപിക്കുവാൻ നീ അവരെ തൃക്കൺ പാർക്കുകയും നീ സൃഷ്ടിച്ചവരുടെ ആത്മാക്കളെ സമാശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവ് മിശിഹായുടെ നാമത്തിൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ്യവാനായ കർത്താവെ, വിശ്വാസികളെ സമാശ്വസിപ്പിക്കുന്നവനെ, ശമയോന്റെ ഭാര്യമാതാവിനെ നീ സന്ദർശിച്ചതുപോലെ നിന്റെ എളിയദാസരെയും സന്ദർശിക്കുവാൻ കനിവുണ്ടാകണമെന്ന് നിന്റെ അനന്ത നന്മയെക്കുറിച്ച് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, അവർക്ക് വീണ്ടും ആരോഗ്യം ലഭിച്ച് നിന്റെ തിരുസഭയിൽ നിനക്ക് നന്ദി പറയുവാൻ അവരെ വേഗം അനുഗ്രഹിക്കണമെന്ന് നിത്യവും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ സാധിക്കാത്ത രീതിയിലുള്ള അക്ഷീണമായ പ്രയത്നങ്ങളാണ് വിശുദ്ധ മദർ തെരേസ തെരുവിലലഞ്ഞ പാവങ്ങൾക്ക് വേണ്ടി ചെയ്തത്. അവരെ ശുശ്രൂഷിക്കുവാനും അവരോടുകൂടെ ആയിരിക്കുവാനും ദീർഘമായി അവരോടൊപ്പം ചിലവഴിക്കുവാനും വിശുദ്ധ മദർ തെരേസ സമയം കണ്ടെത്തുകയും അക്ഷീണമായി പ്രയത്നിക്കുകയും ചെയ്തു. ഒരു ചെറിയ മനുഷ്യ സ്ത്രീ പ്രവർത്തിക്കുന്നതിൽ കൂടുതലായുള്ള കാര്യങ്ങൾ മദർ ചെയ്തത് ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി സംഭരിച്ചുകൊണ്ടാണെന്ന് തൻ്റെ ജീവിതത്തിൽ വിശുദ്ധ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മാനുഷികമായ അപ്രാപ്യമെന്ന് തോന്നുന്നതൊക്കെ ചെയ്യാൻ വിശുദ്ധ മദർ തെരേസ ശക്തി സംഭരിച്ചത് ദിവ്യകാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ്. ദിവ്യകാരുണ്യനാഥനോടൊത്ത് സമയം ചെലവഴിക്കുവാനും മദർ പരിശ്രമിച്ചിരുന്നു. അതിലൂടെയാണ് ഒരുപാട് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ, നന്മ പ്രവൃത്തികൾ ചെയ്യാൻ മദറിന് ശക്തി ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, മാനുഷികമായി ചിന്തിച്ചാൽ നമ്മുടെ ശക്തിക്ക് അപ്രാപ്യമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നാം ബലഹീനരായി വീണുപോകുന്ന അവസരങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഈ ദിവ്യകാരുണ്യമാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത്. ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി സംഭരിച്ച് നാം ആരംഭിക്കുന്നതൊക്കെയും പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. കൂടെയായിരിക്കുന്ന ദൈവം നമ്മെ ശക്തിപ്പെടുത്തും. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും, നമ്മുടെ ജീവിത നിയോഗങ്ങളെയും, നമ്മുടെ പ്രിയപ്പെട്ടവരെയും ലോകം മുഴുവനെയും ദിവ്യകാരുണ്യത്തിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽക്കൂ. ഇന്ദ്രിയങ്ങൾക്കിഴും പോരായ്മയൊക്കെ തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. ദൈവപിതാവിനും അന്നേകജാത
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാനവദൂതൻ തൻ മണിനാ